രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ലോക്കൽ സിറ്റിയിൽ നിന്ന് വാങ്ങിക്കുക. അല്ലാണ്ട് എന്താ പറയുക, മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ കുറവാണെന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ, എനിക്കുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് പോയി സാധനം വാങ്ങിച്ചു. കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് 6 മാസം വരെ നല്ല രീതിക്ക് ഉപയോഗിച്ചു. എന്നാൽ 7ാമത്തെ മാസം മുതൽ കമ്പ്യൂട്ടറിന് ഇഷ്യൂ വന്നു തുടങ്ങി. അതായത് നമ്മളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റീസ്റ്റാർട്ടിങ് ഇഷ്യൂ. അങ്ങനെ ഈ ഒരു CPOയോടുകൂടി തന്നെ ഞാൻ അങ്ങോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു വെച്ചാൽ SMBSന്റെ ഇഷ്യൂ ആണെന്നുള്ളത്. അങ്ങനെ SMBS ഞാൻ അവിടെ വെച്ചിട്ട് എന്താ പറയുക, സർവീസിന് കൊടുത്തോളൂ ചേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങ് വന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിലൊരു അനക്ക ഇല്ലാതെ കാരണം ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് അതും ഇങ്ങ് എടുത്തിട്ട്, അതായത് SMBS മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് പേയാടുള്ള കൂളർ മാസ്റ്ററിൻ്റെ പിക്കപ്പ് പോയിന്റിൽ കൊണ്ട് അങ്ങോട്ട് സാധനം കൊടുത്തു. ഒരു 10 ദിവസം 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ സാധനം വന്നു. എന്തായാലും അവരുടെ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. കാരണം ഞാൻ കൊടുത്തല്ല വന്നത്, പുതിയൊരു സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ട് വീണ്ടും ഞാൻ എറണാകുളത്ത് പോയിട്ട് ഫിറ്റൊക്കെ ചെയ്തു. ഓക്കെ ആയിരുന്നു. അപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ തിരിച്ച് ആ സാധനം CPOയോട് കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്തു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇഷ്യൂ. ഞാൻ വീണ്ടും സാധനം പൊക്കിക്കൊണ്ട് അങ്ങോട്ട് എറണാകുളത്തോട്ട് പോകുന്നു. പക്ഷേ ഇത്തവണ ഞാൻ SMBS ഒന്നും കൊണ്ടുപോയില്ല. നമ്മുടെ ബോർഡും പ്രോസസ്സറും മാത്രമാണ് കൊണ്ടുപോയത്. കാരണം ഇത്രയും സാധനം പോയി കൊണ്ടുപോകാൻ എനിക്ക് വയ്യായിരുന്നു. എന്തായാലും ഈ സാധനം മാത്രം കൊണ്ടുപോയിട്ട് അവിടെ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് SMBSന്റെ പ്രശ്നമല്ലായിരുന്നു, ബോർഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ MSIയുടെ B50 മോട്ടാർ മാക്സിൻ്റെ ഒരു ബോർഡാണ്. 11,822 രൂപയായിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അവിടെ സർവീസിന് വാറണ്ടി ക്ലെയിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തൊക്കെയോ ഉടായ്പകൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവരാം. അങ്ങനെ ആ ബോർഡുമായിട്ട് ഞാൻ അങ്ങോട്ട് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് F1 ഇൻഫോ സൊല്യൂഷൻ ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് ആക്ച്വലി ഈ ഒരു MSIയുടെ പിക്കപ്പ് പോയിന്റ്. F1 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വളരെ മോശമായിട്ടുള്ള സർവീസാണ്. എനിക്ക് എന്താ പറയുക, ഇതിന് മുന്നേ തന്നെ കിട്ടിയിട്ടുള്ളത്. എനിക്കെന്നുള്ളതല്ല, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുടനീളം ഏതൊരു ഇവരുടെ സർവീസ് എന്ന് നോക്കിക്കഴിഞ്ഞാലും 3 സ്റ്റാർ അല്ലെങ്കിൽ 3.5 സ്റ്റാർ ആയിരിക്കും അവരുടെ റേറ്റിംഗ്. കാരണം വളരെ മോശമാണ്. ആക്ച്വലി ഞാൻ ആവറേജ് ആണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ 1 സ്റ്റാർ ആയിരിക്കും കാണുന്നത്. എന്തോ എനിക്കൊരു നല്ലൊരു രീതിയായിട്ട് തോന്നിയിട്ടില്ല അവരുടെ സർവീസ്. അതുപോലെ തന്നെ ആയിരിക്കും പലർക്കും അതുപോലെ തോന്നിയിട്ടുണ്ടാവത്തില്ല. എന്തായാലും സാധനം ഞാൻ ഈ ഒരു ബോർഡ് അവിടെ കൊണ്ടുകൊടുത്തു. ഏറ്റവും വലിയ കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രോസസ്സർ നൂരിയെടുക്കാൻ മറന്നായി. ഇവർ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പ്രോസസ്സർ മാത്രം അതേപോലെ ഇനി ഊരി തന്നു. ഒന്ന് ആലോചിക്കണം, ഒരു കസ്റ്റമർ ഒരു ബോർഡ് അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് എന്തിനെങ്കിലും വെച്ച് ഒന്ന് പൊതിഞ്ഞെങ്കിലും തരണ്ടേ, അതുപോലും ചെയ്തില്ല. പിന്നെ ആ റിസപ്ഷനിൽ ഇരുന്ന ഒരു ഗേൾ ആണ് ആക്ച്വലി, ആ ഒരു പെങ്കൊച്ചിനെങ്കിലും ഒന്ന് ദയ തോന്നിട്ട് ഒരു ബബിൾ റാപ്പ് വന്നിട്ട് ഞാൻ അതിൽ പൊതിഞ്ഞുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു പ്രോസസ്സർ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു സമയമായിരുന്നേ. എന്നാൽ ഓണമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. വിളിക്കുമ്പോഴൊന്നും ഇവരെ കോൾ എടുക്കൂല, കോള് ചില സമയങ്ങളിൽ കിട്ടത്തുമില്ല. ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് സർവീസ് സെൻറ്റർ ഓപ്പൺ ആയിരുന്നു. എനിക്ക് അതുവരെ ഒരു കോളും വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു, MSIയുടെ ഒരു ബോർഡ് ഞാൻ സർവീസിന് തന്നിട്ടുണ്ടായിരുന്നു, എന്തായി എന്നുള്ളത്. അപ്പോൾ എപ്പോഴും അവർ പറയുന്ന പോലെ തന്നെ, സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ പറയാമെന്ന് പറയും. എന്നിട്ടൊരു അരമണിക്കൂർ, എനിക്ക് തോന്നുന്നു അരമണിക്കൂറല്ല, അതിന് കൂടുതൽ എന്നെ അവിടെ ഇരുത്തിയിട്ട് ഒരു MSIയുടെ ഒരു ടീം ലീഡറാണെന്ന് പറയുന്നൊരു ലേഡി വന്നിട്ട് പറഞ്ഞു, സാധനം ഇന്ന് എത്തിയതേ ഉള്ളായിരുന്നു, അത് എടുത്തുകൊണ്ടിരിക്കുകയെന്നുള്ളത്. സത്യം പറഞ്ഞാൽ സെയിം ബോർഡ് അവർ പാക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഡൽഹിക്ക് അയക്കാൻ വേണ്ടി വിട്ടുപോയി തോന്നുന്നു, അതേപോലെ ഇനി എടുത്തു തന്നു. ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു, സെയിം ഇഷ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ഫസ്റ്റ് ടൈം ഞാൻ കൊണ്ടു കൊടുത്തത് അവർ അയച്ചിട്ടില്ലായിരുന്നു, അതായത് കൊണ്ടു കൊടുത്ത് അതേപോലെ. അതെങ്ങനെയാണ് അയച്ചിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് RMA ഷീറ്റ് ഉണ്ടല്ലോ, RMA നമ്പറും അതൊക്കെ ഇവർ മെയിലായിട്ട് വരും, അതൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സാധനം അങ്ങോട്ട് കൊണ്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങളിത് സാധനം ഡൽഹിക്ക് അയച്ചിട്ടില്ല, കാരണം എനിക്ക് RMA നമ്പറോ അല്ല ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ സമയം RMA നമ്പർ വന്നിട്ടുണ്ടായിരുന്നു, ഇതേപോലെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള മെയിലും അതും ഇതുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം വീണ്ടും എത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു അവർ ഇഷ്യൂ റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ബയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, റെഡി ആവുമെന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫീറ്റൊക്കെ ചെയ്ത് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഭാഗ്യം ആ ദിവസം വർക്കായി. അടുത്ത ദിവസം പക്ഷേ ഇതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സെയിം ഇഷ്യൂ.
ഒന്ന് ആലോചിക്കുകയാണ് അവസ്ഥ. വീണ്ടും ഞാൻ ഈ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് ശ്രീസായിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഡ്രൈവറിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ആ സാധനം പൊക്കി എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ട് എല്ലാ ഡ്രൈവറൊക്കെ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ടും സെയിം ഇഷ്യൂ. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടു അവിടെ തന്നെ പോയി, ശ്രീസായിൽ തന്നെ പോയി. അപ്പോൾ എന്താ പറയുക, നമ്മുടെ SSD M.ST ഹെൽത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കുറവുണ്ട്. അങ്ങനെ M.ST ക്ലെയിം ചെയ്യാം, വാറണ്ടി ക്ലെയിം ചെയ്യാം. അവർ തന്നെ പക്ഷേ സാധനം അയച്ചു കിട്ടും, അവിടെ നിന്ന് തന്നെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസമോ എന്തോ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു SSD തിരിച്ചു വന്നു. അത് വെച്ചിട്ട് ഞാനിങ്ങ് അവിടെ വന്നിട്ട് ഓക്കെയാണ്, വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. എന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സെയിം ഇഷ്യൂ, വീണ്ടും റീസ്റ്റാർട്ടിങ്. ഒന്ന് ആലോചിക്കണം അവസ്ഥ. അങ്ങനെ ഞാൻ വീണ്ടും നേരെ ഇതങ്ങോട്ട് ശ്രീസായിൽ തന്നെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും മിക്കവാറും എന്നുള്ള രീതിക്ക്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ ബോർഡ് നമ്മുടെ F1 ഇൻഫോ സൊല്യൂഷനിലേക്ക് കൊണ്ടുപോയി. ഇൻഫോ സൊല്യൂഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്, ദയവ് ഇത് എന്താണെന്നുള്ളത് കംപ്ലയിൻറ്റ് പക്കാ കണ്ടുപിടിച്ച് ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഈ 3ാമത്തെ പ്രാവശ്യം ആക്ച്വലി വാറണ്ടി ക്ലെയിം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. സാർ നിങ്ങളുടെ ബോർഡ് ഇവിടെ എത്തിയിട്ടുണ്ട്, എന്താണ് കംപ്ലയിൻറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ റീസ്റ്റാർട്ടിങ് ഇഷ്യൂ ഉണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് M.STയുടെ ആ ഒരു പോർട്ടും കംപ്ലയിൻ്റ് ആയിരുന്നു. ഈ 2 കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഓക്കെ സാറിനൊക്കെ പറഞ്ഞു. പിന്നെ മെയിൽ എനിക്ക് വരുന്നത് അവർ QC ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്, വർക്കിംഗ് ആണെന്നുള്ള രീതിക്ക് എനിക്കൊരു ഫോട്ടോ സഹിതം മെയിൽ വന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു രക്ഷപ്പെട്ടെന്നുള്ളത്. എന്നാൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അയച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു, എടാ നിനക്ക് ആക്ച്വലി ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലല്ലോ, കുറേ കഴിയുമ്പോൾ വർക്ക് ചെയ്ത് കുറേ കഴിയുമ്പോഴല്ലേ ഈ ഒരു ഇഷ്യൂ എന്നുള്ളത്. ഞാനങ്ങനെ അപ്പം തന്നെ ഇവർക്ക് മെയിൽ അയച്ചു, എനിക്ക് ആക്ച്വലി ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇഷ്യൂ ഇല്ല, കുറേ കഴിയുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നതെന്നുള്ളത്. എന്നാൽ നോ റെസ്പോൺസ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം എനിക്കിവിടെ F1 എന്ന് വിളിക്കുന്നു, നിങ്ങളുടെ സാധനം എത്തിയിട്ടുണ്ടെന്നുള്ള രീതിക്ക്. പക്ഷേ ആ സമയത്ത് ഞാൻ മുംബൈയിലായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ എത്തിയതിന് ശേഷമാണ് ബോർഡ് വാങ്ങിച്ചത്. ബോർഡ് വാങ്ങിച്ചിട്ട് ഞാൻ ആ സമയത്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ ശ്രീസായിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്ത്. കാരണം ഞാൻ ഇവിടെ ഇനി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടാണോ കംപ്ലയിൻ്റ് ആവുന്ന രീതിക്കാണ് അവിടെ കൊണ്ടുകൊടുത്തത്. അപ്പോൾ അവിടെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ആദ്യം റീസ്റ്റാർട്ട് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഗ്രാഫിക്സ് കാർഡ് മാറ്റിയപ്പോഴത്തേക്ക് അങ്ങോട്ട് റെഡി ആയേ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് പുതിയ OS ഒക്കെ ഇട്ടിട്ട് എല്ലാം ഓക്കെ ആയി എന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. എന്നാൽ സെയിം ഇഷ്യൂ വീണ്ടും. അങ്ങനെ ഗ്രാഫിക്സ് കാർഡ് എൻ്റെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് നോക്കിയപ്പോഴും സെയിം ഇഷ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ എന്ത് ചെയ്തു, നേരെ ഞാൻ ഗീക്ക് ബോക്സിൽ കൊണ്ടുപോയി എന്താണ് ഇഷ്യൂ എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗീക്ക് ബോക്സിൽ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചു പറഞ്ഞു ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. ഞാൻ വീണ്ടും ഈ ബോർഡ് ആയിട്ട് നമ്മുടെ F1ലേക്ക് ചെല്ലുന്നു. F1ൽ ചെന്നിട്ട് പറഞ്ഞു സെയിം നിങ്ങളുടെ ഇഷ്യൂ ഉണ്ട്, എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു നമ്മൾ ഒന്നുകൂടി സർവീസിന് അയക്കാന്നുള്ളത്. അങ്ങനെ വീണ്ടും അങ്ങോട്ട് സർവീസിൽ അയച്ചപ്പോഴത്തേക്ക് എനിക്കൊരു മെയിൽ, അതായത് സർവീസിനകം സാധനം പോയി എല്ലാം മെയിലൊക്കെ വരുമല്ലോ. ഏറ്റവും അവസാനം മെയിൽ വരുന്നു, നിങ്ങളുടെ ബോർഡ് റീപ്ലേസ് ചെയ്ത് പുതിയതാ എത്താൻ പോകുന്നു ഒരാഴ്ചക്കകത്ത് എന്നുള്ളത്. അപ്പോൾ ഒരാഴ്ചക്കകത്ത് പുതിയ ബോർഡ് വന്നു. എന്നാൽ ഞാൻ ഗീക്ക് ബോക്സിൽ കൊണ്ടുപോയിട്ട് ഞാൻ വീണ്ടും റീഫിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് അവിടെ ഉള്ള ഒരു ടെക്നീഷ്യൻ, സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് ആലോചിക്കണേ, അവർ ഫുൾ ആ ബോർഡ് നോക്കിയിട്ട് പറഞ്ഞു നമ്മുടെ SPDIF പോർട്ട് ഡാമേജ് ആണെന്നുള്ളത്. നമ്മളൊന്നും ഇപ്പോൾ സാധാരണ നോർമലി ഞാൻ ചെക്ക് ചെയ്യത്തോലുമില്ല. പക്ഷേ പുള്ളി ഇത് പറഞ്ഞു. ആ ബ്രോ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നേരെ ഇപ്പം തന്നെ കൊണ്ടുപോയി ക്ലെയിം ചെയ്യൂ, അല്ലെങ്കിൽ പണി കിട്ടും, കാരണം അവർ കൈ മലത്തു എന്ന് പറഞ്ഞു. നേരെ F1ലേക്ക് പോയിട്ട് ആ ഒരു പ്രോഡക്റ്റ് അവിടെ തന്നെ കൊടുത്തു. അന്നത്തെ ആ സെയിം ഡേയിൽ തന്നെ പ്രോഡക്റ്റ് അവരെന്തായാലും സർവീസിന് അയച്ചു. അത് സർവീസിന് അയക്കുന്നത് ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു, കാരണം ഫിസിക്കൽ ഡാമേജ് അവർക്ക് അപ്രൂവ് എടുക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രൂവ് ഒക്കെ ആയി, സാധനം അവരയച്ചു. എന്നാൽ കുറച്ച് കൂടുതൽ ദിവസങ്ങൾക്ക് ശേഷം എന്നെ 2 ദിവസം മുന്നേ MSA വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ നിങ്ങളുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്, SPDIF പോർട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഈ ഒരു പോർട്ടിന്റെ പ്രശ്നം മാത്രമല്ല റീസ്റ്റാർട്ടിങ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബോർഡ് റീപ്ലേസ് ചെയ്ത് തന്നെ തരണമെന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാനായിട്ട് റെഡി ആയിട്ടില്ല. അവർ പറഞ്ഞു ഇത്തവണ നിങ്ങൾ അയച്ചത്, അതായത് 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് അയക്കുന്നത് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ഇത്തവണ നിങ്ങൾ അയച്ചത് ഈ ഒരു പോർട്ടിന്റെ പ്രശ്നം കൊണ്ടല്ലായിരുന്നു, അതല്ല റീസ്റ്റാർട്ടിങ് ഇഷ്യൂ അല്ല എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു റീസ്റ്റാർട്ടിങ് ഇഷ്യൂ ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു 30 സെക്കൻഡ് സൈലന്റ് ആയിട്ട് കോൾ അങ്ങ് കട്ട് ചെയ്തു. ഇതാണ് ഇതുവരെ സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു കസ്റ്റമർ, ഞാനൊരു 3 വർഷം ആകാൻ പോവാണ് ഈ ഒരു ഡിസംബറിൽ ഈ ബോർഡ്, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ആകെ ഉപയോഗിച്ചത് 6 മാസം അല്ലെങ്കിൽ മാക്സിമം 7 മാസം. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഈ മുടക്കിയ പൈസ
എത്ര രൂപയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ ഓരോ പ്രോഡക്റ്റുകൾക്കും മുടക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഓരോ യാത്രകൾക്കും ഞാൻ ഈ ഓരോ സർവീസ് സെൻ്ററിൽ, ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് നിന്ന് നമ്മുടെ സർവീസ് സെൻ്ററിലേക്ക് പോകണമെങ്കിൽ 30 കിലോമീറ്ററാണ് വൺ സൈഡ്. അപ്പോൾ 60 കിലോമീറ്റർ പോകുന്നത്, പെട്രോൾ അടിച്ച് പോകുന്നത്. പിന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഓക്കെ, ഞാൻ പട്ടിണി കിടന്നാൽ ഓക്കെ, ആ ഒരു പൈസ സേവ് ചെയ്യാം. ഇനി അതല്ല ഫുഡ് കഴിച്ചാൽ അതിൻ്റെ കാശ്. പിന്നെ എൻ്റെ സമയം ഒന്ന് ആലോചിച്ച് എന്തുമാത്രം സമയമാണ് ഞാൻ ഈ ഒരു MSIയുടെ V450 മോട്ടാർ മാക്സ് വാങ്ങിച്ചതിൻ്റെ പേരിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ മോശമായിട്ടുള്ളൊരു സർവീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം 5 പ്രാവശ്യം സെയിം ഇഷ്യൂ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് പോയിട്ട് പോലും അവർ സർവീസ് ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും അവസാനമാണ്. അല്ലാതെ റീപ്ലേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓക്കെ സാർ നിങ്ങളുടെ പ്രശ്നം മനസ്സിലായിട്ടുണ്ടെന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു കാര്യം പോലും പറയുന്നില്ല. ഇനി എന്തായാലും ഉറപ്പായിട്ടും പ്രോഡക്റ്റ് അവർ സെൻഡ് ചെയ്യോ ഇല്ലെന്ന് ഒരു പിടിയില്ല. കാരണം കോൾ കട്ടതിന് ശേഷം പിന്നെ ഒന്നും വന്നിട്ടില്ല. സാധാരണ എന്താ പറയുക, നിങ്ങളുടെ സാധനം ഡിസ്പാച്ച് ചെയ്യുന്നൊക്കെ വരുന്നതാണ്. ഇതുവരെ ഒരു മെയിലും വന്നിട്ടില്ല. എന്തായാലും വരുവാണെങ്കിൽ അടുത്തൊരു ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും പ്രോഡക്റ്റ് വന്നതിന് ശേഷം എന്താണോ ഇഷ്യൂ എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്തായാലും സെയിം ഈ ഒരു റീസ്റ്റാർട്ടിങ് ഇഷ്യൂ തന്നെയാണെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ടുമായിട്ട് എനിക്കൊരു കോർട്ടിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടെ ഈ ഒരു MSIയുടെ കേസ് കൊണ്ട് നടക്കട്ടെ. കാരണം വെറുതെ എൻ്റെ കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ കോമ്പൻസേഷൻ ഒക്കെ ചോദിച്ചിട്ടൊരു കേസ് അങ്ങ് കൊടുക്കാം, അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. എന്തായാലും നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പോകുന്നതിൽ സ്വന്തം സിറ്റിയിൽ തന്നെ വാങ്ങിക്കുക. കൂടാതെ MSI എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഒരു പ്രോഡക്റ്റും വാങ്ങിക്കാതിരിക്കുക. അതായിരിക്കും നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നല്ലൊരു ഡിസിഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.